ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റക്കെട്ടിലൊരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അതായത് വൺ കട്ട് നൈറ്റി എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഒരു നൈറ്റി എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ. ഇതിന് സ്ലീവ് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യണമൊന്നുമില്ല, എല്ലാം ഒരുമിച്ച് ഒരൊറ്റ കട്ടിലാണ് നമ്മൾ ചെയ്തെടുക്കണത്. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ തുണി നമ്മൾ സാധാരണ മടക്കണ പോലെ നാലായി മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം വീതിയുടെ അവിടേക്ക് ഒന്ന് മടക്കിയിട്ട് പിന്നെ നീളം ഭാഗത്തേക്ക് ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട്. എപ്പോൾ തുണി മടക്കിയിടുമ്പോഴും നമ്മുടെ ഈ ഒരു മുകൾ ഭാഗം ഫോൾഡിങ് ഉള്ള ഭാഗം വരാൻ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് സ്ലീവ് ഇവിടുന്ന് നേരെ നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സൈഡിലും നമ്മളുടെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗമാണ് ഓപ്പൺ ഭാഗം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് നേരെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു നൈറ്റിയുടെ ഫുൾ ലെങ്ത് വരുന്നത് 52 ഇഞ്ചാണ്. അത് നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. ഞാനിപ്പോ ആ ഒരു ലൈൻ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു താഴ്ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു കർവ് ഷേപ്പ് തൊടുകയാണ്. അപ്പൊ താഴ്ഭാഗത്ത് ഇത്രയേ ഉള്ളൂ മാർക്ക് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം. ആദ്യം തന്നെ ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്താം. ഈ ഒരു നൈറ്റിയുടെ ഷോൾഡർ എനിക്ക് വേണ്ടത് 6.5 ഇഞ്ചാണ്. ഞാനതിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് താഴേക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്യാനുള്ളത്. നമ്മൾ സാധാരണ മാർക്ക് ചെയ്യണ പോലെ ഷോൾഡർ തന്നെ ആം ഹോളായിട്ട് മാർക്ക് ചെയ്യല്ല ഈ ഒരു നൈറ്റിയിൽ നമ്മൾ ചെയ്യണത്. പകരം നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിന്റെ നല്ലൊരു ഭാഗം കണ്ടിട്ട് അതാണ് നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ 36 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അതിന്റെ നല്ലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 9 ഇഞ്ചാണ്. ഈ ഒരു 9 ഇഞ്ചാണ് ഞാൻ ഇവിടെ നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പൊ നമുക്ക് ആ ഒരു 9 ഇഞ്ച് താഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു 9 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ല, അവിടെയാണ് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ പോണത്. ഈ ഒരു ലൈനെ നമ്മൾ ഇങ്ങോട്ടും നീട്ടി വരച്ചിടുക. അതിനുശേഷം ഇവിടെ അതിന്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 36ആണ്. അതിന്റെ നല്ലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 9. അതിന്റെ കൂടെ ഞാനൊരു 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. എൻ്റെ വേസ്റ്റിന്റെ ലെങ്ത് വരുന്നത് 14 ഇഞ്ചാണ്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ 34ന്റെ നല്ലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 8.5 പ്ലസ് അതിന്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഈ ഒരു രീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഹിപ്പിന്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. എനിക്ക് ഹിപ്പ് വരുന്നത് 20 ഇഞ്ചിലാണ്. ഹിപ്പിന്റെ റൗണ്ട് എന്ന് പറയുന്നത് 40ആണ്. അതിന്റെ നല്ലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 10. അതിന്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു വേസ്റ്റിന്ന് നമ്മൾ ഇനി എത്രയാണോ ഇതിന്റെ ഫ്ലയർ കിട്ടണ ആ ഒരു ലെവലില് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. താഴ്ഭാഗം നമ്മളിത് ഈ ഒരു രീതിയിൽ ഫുൾ ഫ്ലെയർ കിട്ടണ രീതിയിൽ ഇവിടെ നിന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് 6 ഇഞ്ചാണ്. അതിന്റെ കൂടെ ഇപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് 6.5 ഇഞ്ചിലാണ് ഞാനിവിടെ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി താഴ്ഭാഗത്ത് എനിക്ക് വേണ്ടത് 6 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 7 ഇഞ്ചിൽ ഞാൻ ഇവിടെ ഒന്ന് നമ്മൾ സ്ലീവ് റൗണ്ട് എത്രയാണോ വരുന്നത് അതിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു റൗണ്ടിലേക്ക് എല്ലാ സ്ലീവിന്റെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണത് പകരം നമ്മുടെ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും തമ്മിലുള്ള അകലം എത്രയാണെന്ന് നോക്കുക. എനിക്കിപ്പോ ഇവിടെ ഒരു 5.25 ഇഞ്ചൊക്കെയാണ് വരുന്നത്. അപ്പൊ ഞാനൊരു 2.5 ഒരു പോയിന്റും കൂടെ കൂട്ടിയിട്ട് എടുക്കുകയാണ്. ഈ ഒരു പോയിന്റ് ഇവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്ലീവ് വരച്ചെടുക്കേണ്ടത്. ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാ പോലെ എല്ലാ പോയിന്റുകളും തമ്മിൽ ജോയിൻ ചെയ്യാണ്. നിങ്ങൾക്കിത് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ചെസ്റ്റ് ഒക്കെ മാർക്ക് ചെയ്തില്ല ആ ഒരു പോയിന്റിലേക്ക് എല്ലാം നമ്മൾ ഈ ഒരു സ്ലീവിന്റെ എൻഡ് കൊടുന്ന് മുട്ടിക്കണത് പകരം ചെസ്റ്റിന്റെയും വേസ്റ്റിന്റെയും സെന്റർ കണ്ടിട്ട് ആ ഒരു പോയിന്റിലേക്കാണ് നമ്മുടെ സ്ലീവിന്റെ എൻഡ് കൊടുന്നിട്ട് ജോയിൻ ചെയ്യണത്. അത് മാത്രമാണ് ഈ ഒരു നൈറ്റിയിലൊന്ന് ശ്രദ്ധിക്കാവുള്ളൂ. സ്ലീവിന്റെ ലൈൻ കൊടുന്ന് ജോയിൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ നമ്മൾ ഈ ഒരു നൈറ്റിയിൽ ശ്രദ്ധിക്കാവുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിന്റെ വിഡ്ത്തായിട്ട്
എനിക്കിപ്പോൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം 3 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പം ഞാനൊരു 2.5 ഇഞ്ചിൽ നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാണ്. ഇനി ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കണത് 3 ഇഞ്ചാണ്. അത് നമ്മളൊരു ഈ ഒരു രീതിയിൽ ചെറിയൊരു കർവ് ഷേപ്പ് കൊടുത്ത് മാർക്ക് ചെയ്യാം. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കണത് 5.5 ഇഞ്ചാണ്. അതും നമ്മളൊന്ന് സെയിം രീതിയിൽ തന്നെ മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാർക്കിങ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കണത്. ഫ്രണ്ട് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യണില്ല. അത് നമ്മൾ ഈ തുണിയൊന്ന് നിവർത്തി ഇട്ടതിന് ശേഷമാണ് കട്ട് ചെയ്യണത്. ആദ്യം നമ്മൾ ബാക്ക് നെക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഓർമ്മയില്ലാതെ ഈ ഒരു പോയിന്റ് ഒന്നും കട്ട് ചെയ്യണ്ട കേട്ടോ. ഇത് നമ്മൾ സാധാ കട്ട് ചെയ്യണത് ആം ഹോള് കട്ട് ചെയ്യണ പോലെ ഇവിടെ കട്ട് ചെയ്യണ്ട. അവിടെയൊന്നും നമുക്ക് കട്ടിങ് വരുന്നില്ല. നമുക്ക് ഇനി കട്ട് ചെയ്യാനുള്ളത് ഈ ഒരു സ്ലീവിന്റെ എൻഡ് ഭാഗത്താണ്. അവിടെ നമ്മളിതാ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഇവിടേക്ക് കുറച്ചും കൂടെ ഫ്ലയർ വേണമെന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വേസ്റ്റ് ലൈൻ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫ്ലയർ കൂടുതൽ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴ്ഭാഗം കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ നൈറ്റിയുടെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഫ്രണ്ട് നെക്കാണ്. ഈ ഒരു തുണീനെ ഈ ഒരു രീതിയിൽ നിവർത്തിയിടുകയാണ്. നമ്മുടെ ഒരു ഷോൾഡർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയിട്ട് വരും കേട്ടോ. ഇനി നമുക്കിത് തുണീനെ നിവർത്തി വെച്ചിട്ട് ഈ ഒരു ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തു. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് നൈറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഇനിയിപ്പോ നമ്മള് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിയുടെ തുണി തന്നെ ബാക്കി ഉണ്ട് വെച്ചാൽ ആ ഒരു തുണി എടുക്കുക. അതിനുശേഷം അത് ഞാൻ എൻ്റെ നെക്ക് എവിടെയെന്ന് നിങ്ങൾക്കും കൂടെ കാണുമെന്ന് മാർക്ക് ചെയ്ത് തരാം. ഇതാണിപ്പോ നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ചുറ്റും നമ്മളൊന്ന് നന്നായിട്ട് തന്നെ പിൻകുത്തി കൊടുത്തതിന് ശേഷം വേണം നമുക്കിത് അടിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ തുണി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോവും. കാരണം നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്താൽ എവിടേക്കെങ്കിലും ഒക്കെ കയറിയിട്ടും ഇറങ്ങിയിട്ടൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും പിൻകുത്തി കൊടുക്കുക. ഈ പിൻകുത്തി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മടിയും വിചാരിക്കേണ്ട. അങ്ങനെ കുത്തി കൊടുത്തില്ല വെച്ചാൽ നമ്മുടെ നെക്ക് വലിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് തന്നെ പിൻകുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ മടങ്ങിയിരിക്കണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാവും. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ചിലാണ് നമ്മൾ അടിച്ചു പോണത്. കറക്റ്റ് 1/2 ഇഞ്ച് എല്ലാ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ എപ്പോഴും ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് വരച്ചതിന് ശേഷം നെക്ക് അടിച്ചു കൊടുക്കുകയും നല്ലത് കേട്ടോ. നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ നെക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഓരോ ഭാഗം കയറിയിട്ടും ഇറങ്ങിയിട്ടൊക്കെ ആവാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് അളവെടുത്തതിന് ശേഷം ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ ഏതൊരു ഡ്രസ്സ് ചെയ്യുമ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നെക്ക് എന്നുള്ളത്. അപ്പൊ നമ്മൾ 1/2 ഇഞ്ചിൽ ഫുള്ളായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഞാൻ നൈറ്റിക്ക് ഒരു ചെറിയൊരു പോക്കറ്റ് വെച്ച് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എടുക്കുന്നത് നൈറ്റിയുടെ ബാലൻസ് വന്ന പീസാണ്. എനിക്കിപ്പോ ഇത് നൈറ്റിയുടെ ലെങ്ത് കുറവായതുകൊണ്ട് താഴ്ഭാഗത്തു നിന്ന് കിട്ടിയൊരു പീസാണ്. ഇതിൽ ഞാനിപ്പോ ഒരു പോക്കറ്റിന്റെ ലെങ്ത് ആയിട്ടൊരു 7.5 ഇഞ്ചാണ് എടുക്കണത്. വിഡ്ത്തായിട്ട് ഒരു 6.5 ഇഞ്ചും എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്ക് ഞാൻ ഇത് കട്ട് ചെയ്യാണ്. പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മുന്നേ ഇതിന്റെ 1/2 ഇഞ്ച് എല്ലാ ഭാഗവും മടക്കി വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മുകൾ ഭാഗത്ത് ഇനി നമുക്ക് ചെറിയൊരു ബോർഡർ പോലെ കൊടുക്കാൻ ഒരു ബ്ലാക്ക് പീസ് എടുക്കാം. ഇത് നമുക്ക് നൈറ്റിയുടെ സ്ലീവിലും അതുപോലെ തന്നെ പോക്കറ്റിന്റെ എൻഡ് ഭാഗത്തും ചെറിയൊരു പൈപ്പിംഗ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോ ഈ ഒരു കട്ട് ചെയ്തെടുക്കണ പീസിന്റെ വിഡ്ത്ത് 1 ഇഞ്ച് മതി കേട്ടോ. ലെങ്ത്ത് നിങ്ങൾക്ക് എവിടേക്കാണോ പൈപ്പിംഗ് വെക്കേണ്ടത് ആ ഒരു ലെങ്ത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇനിയപ്പോ നമുക്ക് നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ നെക്കാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റായിട്ട് നമ്മൾ വരച്ചു വെച്ച ആ ഒരു 1/2 ഇഞ്ചിൽ കൂടെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്.
കോർണറൊക്കെ വരുമ്പോ നീഡിൽ കുത്തി നിർത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് പോവുക. നെക്ക് പിടിച്ച് വലിക്കൊന്നും വേണ്ട കേട്ടോ. കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ കൊടുന്ന് എൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇതാ നെക്ക് ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളിതിനെ ഇങ്ങനെ ഒന്ന് പിടിച്ച് കട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് നമ്മുടെ ഈ നെക്ക് നിൽക്കണ ഈ ഒരു തുണിയുടെ അതേ അളവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന് കട്ടിങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പിലൊക്കെയാണ് കട്ടിങ്ങൾ ഇട്ട് കൊടുക്കണത്. ഇത് നമ്മളിവിടെ ഫുള്ളായിട്ട് കട്ടിങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഈ നൈറ്റിയുടെ ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഇതിനെ 1/2 ഇഞ്ചിലൊന്ന് മടക്കുക. അതിനുശേഷം ഒന്നും കൂടെ മടക്കിയിട്ട് ഈ ഒരു രീതിക്ക് ബാക്ക് ഭാഗത്ത് ഇങ്ങനെ വലിക്കൊന്നും വേണ്ട. ലൈനിങ് ക്ലോത്ത് ആവുകൊണ്ട് ഇത് ചുരുണ്ട് വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതിരിക്കണം അതേ ഒരു ലെവലിൽ തന്നെ പിടിച്ചിട്ട് നമ്മൾ പതുക്കെ പതുക്കെ ഈ ഒരു രീതിയിലൊന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സാവധാനം ചെയ്ത നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ബാക്ക് ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോ നമ്മൾ ഈ ഒരു കൊടുത്ത തുണിയില്ലേ, ഇത് ബ്ലാക്കോ ഇതിന് പൈപ്പിംഗ് ആയിട്ട് കൊടുക്കണ വെച്ചാൽ അതിന് പറ്റിയ തുണി എടുക്കുക. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ചെറിയൊരു പൈപ്പിംഗ് പോലെ ഈ ഒരു നെക്കിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. മടക്കുമ്പോൾ ഫുള്ളായി മടക്കാതെ ചെറിയൊരു പീസ് കൂടെ വെച്ചിട്ട് മടക്കുക. അപ്പോൾ ഇവിടെ ഒരു പൈപ്പിംഗ് പോലെ കിട്ടും. നമുക്ക് ഇതിനാദ്യം ഉൾഭാഗത്തേക്ക് ഒന്ന് മറച്ചിട്ടിട്ടൊരു അജിച്ചടി കൊടുക്കാം. ഞാനിപ്പോ ഈ ഒരു പീസിന്റെ വീതി ഒന്നുകൂടെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉൾഭാഗത്തേക്ക് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കത് നമുക്ക് ഈ ഒരു രീതിയിൽ അടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് സ്ലീവ് എങ്ങനെയാ തയ്ക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് ഒരു ബ്ലാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു ബ്ലാക്ക് പീസിനെ ഇതിന്റെ ലെങ്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് ഇതിനെ നേരെ സെന്റർ ഒന്ന് മടക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മുടെ ഈ സ്ലീവിന്റെ എൻഡിൽ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഇതിപ്പോ നമ്മൾ 1 ഇഞ്ചില് ആണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു സ്ലീവിന്റെ എൻഡ് ഭാഗത്ത് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് വീതിയിലാണ് അടിച്ചു കൊടുക്കണത്. നിങ്ങൾക്ക് ഇനിയിപ്പോ ഇത് ഒരു ബോർഡർ പോലെ കിട്ടണ വെച്ചാൽ ഇത് താഴ്ഭാഗത്തുനിന്ന് അടിച്ചിട്ട് മുകളിലേക്കായിരുന്നു ചെയ്യേണ്ടത്. ഞാനിപ്പോ ഇവിടെ ചെറിയൊരു പൈപ്പിംഗ് രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെറിയൊരു പൈപ്പിംഗ് പോലെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് ഭാഗം ഇങ്ങനെ വരുന്നത് നമുക്കിതിന് തൊട്ടന്നെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു പൈപ്പിംഗ് നിങ്ങൾക്ക് സാധാരണ നൈറ്റിയിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിന്റെ തൊട്ടടുത്ത് കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത സ്ലീവ് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 2 സ്ലീവും നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു നൈറ്റിയുടെ മുകൾ ഭാഗത്തും നമ്മൾ സ്ലീവിൽ ചെയ്ത അതേ രീതിയിലൊരു പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് ഈ ഒരു പീസ് വെച്ചിട്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതിനെ ഒരു പൈപ്പിംഗ് പോലെ ആക്കിയിട്ട് ഉൾഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ കയ്യിൽ കൊടുത്തേങ്ങാട്ടി ഒരു പൊടിയും കൂടെ വീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം. 1/2 ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോ ഇതൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ പോക്കറ്റ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി പോക്കറ്റ് അവിടെ വെച്ച് കൊടുക്കേണ്ടത് നോക്കാം. നിങ്ങൾക്ക് റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, ഏത് സൈഡിൽ വേണമെങ്കിലും പോക്കറ്റ് വയ്ക്കാം. ഞാനിപ്പോ ഇവിടെ റൈറ്റ് സൈഡിലാണ് പോക്കറ്റ് വയ്ക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷോൾഡറിന്റെ അവിടെ നിന്ന് ഒരു 20 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗമില്ലേ, അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ്. ഇനി നമുക്ക് ഇതൊന്ന് പിൻ ചെയ്തിട്ട് ഇവിടെ വെക്കാം. നമ്മളിനി ഇവിടെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ട് മാത്രം എടുക്കുക.
ഈ ഒരു സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിനി നമ്മളിപ്പോൾ നേരത്തെ ഒരു 1/2 ഇഞ്ചിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ ഭാഗത്തു കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ പോക്കറ്റ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതവിടെ 1 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷേപ്പ് വരെ 1 ഇഞ്ചിലൊക്കെ അടിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ ഒരു 1/2 ഇഞ്ചിലേക്ക് കുറച്ച് താഴ്ഭാഗത്തൊക്കെ നമുക്കൊരു 1/2 ഇഞ്ച് മതി സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഓപ്പോസിറ്റ് സൈഡും ഇതേ രീതിയിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കുക. സൈഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാ ഭാഗവും നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പോക്കറ്റൊക്കെ ഇവിടെ ഓക്കെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്ച്ചു നോക്കുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും ഡൗട്ട്സോ വല്ല കാര്യങ്ങളോ ഉണ്ട് വെച്ചാൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.